Hi sir, Robin sir. Hello. As a part of the opening of the restaurant, what all experience can customers expect from you? നമ്മള് കാലിക്കറ്റ് മാർക്കറ്റിലേക്ക് ഈ ഒരു ബ്രാഞ്ചിന്റെ റിനോവേഷൻ സമയത്ത് എൻ്റർ ആയപ്പം ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വന്ന് കാലിക്കറ്റ് ഫുഡ് സിറ്റി ഓഫ് കേരള എന്നാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും? നമ്മുടെ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ക്രൗഡ് ഒരു എക്സ്പീരിയൻസ് കേരള എക്സ്പീരിയൻസ് വരുന്നത്. കാലിക്കറ്റിൽ നേരെ തിരിച്ചാ, കേരളയിലെ ബെസ്റ്റ് ഫുഡ് തപ്പിയാണ് കാലിക്കറ്റിലേക്ക് ആൾക്കാർ വരുന്നത്, അത് ഇവിടുത്തെ ലോക്കൽ മലയാളികൾ. അപ്പം നമ്മുടെ തോട്ടും ആ ലൈനിലായിരുന്നു. ഇവിടെ ബിരിയാണി അടിപൊളിയായിരിക്കണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ മ്യൂസിക്, ആർട്ട്, ഫുഡ്, ഈ ഒരു ലൈനിൽ ഈ കൾച്ചർ എങ്ങനെ കൊണ്ടുവരാം. ട്രഡീഷണൽ ഫുഡ്സ് ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ട്രഡീഷണലിനെക്കാട്ടിലും ട്രഡീഷൻ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യും. ബേസിക്കലി നമ്മുടെ പ്രയോറിറ്റി മെനു വന്നിട്ട് ഇവിടുത്തെ കേരള ക്യൂസിൻ തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റംസ്. നമ്മുടെ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പല ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ കാലിക്കറ്റിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ബ്രാഞ്ചിൽ കിട്ടാത്ത ചില സ്പെഷ്യൽ ഡിഷുകളും ഡിന്നർ മെനു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്. ഡിന്നർ സർപ്രൈസ് ആണോ അതോ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സർപ്രൈസിനെക്കാട്ടിലും റിവീൽ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി സർപ്രൈസിന്റെ എലിമെന്റ് ആവശ്യമില്ല കാലിക്കറ്റുകാർക്ക്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിരിയാണി, ബാക്കിയുള്ള ഡിഷസ് ഒക്കെ ആണല്ലോ. അതെ അതെ അതെ. എങ്ങനെ നോക്കിയാലും സംഭവം ഡിന്നറിന് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ നല്ല മ്യൂസിക് കേട്ട് ഇവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്ത്, ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ബീച്ചിൽ എവിടെയും ഇല്ല. ഇപ്പൊ മഴ തുടങ്ങാൻ പോവാ, മഴയത്തിരുന്ന് മഴ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മഴക്കാലത്ത് നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഈ ഒരു ആംബിയൻസിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് തന്നെ അത് വേറെ. ഞാനിവിടെ സനുവിന്റെ കൂടെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ്. എന്റെ ഒരു ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എപ്പം വന്നാലും. അപ്പൊ ഇത് നടത്താൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഞാൻ ഉള്ളത്. അപ്പോൾ ഐ എം ഹാപ്പി. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കോർട്ട്യാർഡിന്റെ ചുറ്റും ഇരുന്ന് മഴയത്ത് ഒരു ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കുന്നതിന്റെ ഒരു ഫീൽ തന്നെ വേറെയാ. അതല്ലാതെ ബിരിയാണി, നമ്മുടെ ഡിഷസ് എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു. അതാണ് ഇപ്പം അത് കാലിക്കറ്റ് മാർക്കറ്റിൽ എല്ലാവർക്കും എത്തിക്കണമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു ഫുഡ് നല്ലൊരു ക്വാളിറ്റി ഭക്ഷണം എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു. താങ്ക് യു. അപ്പം നന്ദി.